അമ്മച്ചിയുടെ സ്ഥലത്തിനോ മൂഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മൂഞ്ചി രക്ഷപ്പെടായിരുന്നു. ഇനി അതുമല്ല, അച്ഛൻ ചെലവിനിടുന്ന പൈസയ്ക്ക്, അതായത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ചെലവിനിടുന്ന പൈസയ്ക്കകത്ത് പറയും ഇത്രയും കാലം എൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്തുനിന്ന് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട്. ഹലോ മാർഫൈസ് സംഗീത പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്കവേൽ. പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറിനെ പറ്റിയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ആലപ്പുഴ തത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു യുവാവിൻ്റെ കറക്റ്റായിട്ടുള്ള പേരെന്ന് പറഞ്ഞാൽ രോഹിത് എന്നാണ്. അപ്പോൾ ഈ രോഹിത് പച്ച വീട്ടിൽ പ്രശ്നേഷായിട്ട് എങ്ങനെയാണ് മാറ്റപ്പെട്ടത്, സമൂഹം എങ്ങനെയാണ് അവനെ ആ ഒരു ലേബലിലേക്ക് മാറ്റിയതെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. തുടർന്ന് ഈ ഒരു കേസിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിക്കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മൾ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത് നമ്മുടെ 4 ചുവരുകളിൽ ഒതുക്കി കാര്യങ്ങളെ പറഞ്ഞു തീർത്തുമൊക്കെയാണ്. എന്നാൽ ഒരു വീട്ടിലുണ്ടായ ഒരു പ്രശ്നത്തെ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കിയിരിക്കുകയാണ് ഒരു യുവാവ്. ആ യുവാവ് ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ പറഞ്ഞു തുടങ്ങാം. എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞിട്ട് ജോലി തേടി പോയിട്ടുള്ള ഒരു യുവാവായിരുന്നു ഈ രോഹിത് എന്ന് പറയുന്നത്. അവിടെ ജോലി ചെയ്യാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ച് നിരന്തരമായിട്ട് പറയുന്നത് കൊണ്ട് അമ്മ പറയുന്നു തിരിച്ചിങ്ങി പോര് എന്ന് പറയുന്നു. തൻ്റെ വീട്ടിൽ തനിക്കൊരു അനിയത്തിയും അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ അവരെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള രീതിയിലേക്ക് ഒക്കെയാണ് നമുക്കതിനകത്ത് അറിയാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ചുറ്റുപാടായിരുന്നു ഇയാളുടേത്. അപ്പം ഇങ്ങ് പോരാൻ പറയുന്നു. അങ്ങനെ ഇങ്ങ് പോരുന്നു. പുതിയതായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ക്ലീനിങ് എന്നുള്ള രീതിയിലേക്ക് കടക്കുകയാണ്. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ക്ലീനിങ് എന്നൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേക ഒരു പരിഗണനയൊക്കെ ഉണ്ട്. അതായത് നല്ലൊരു തൊഴിലെന്നുള്ള രീതിയിൽ. നമ്മുടെ ഇവിടെ പക്ഷേ അത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയില്ല. എങ്കിലും ഇൻ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു വലിയ അക്സെപ്റ്റൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ പുള്ളിക്കാരൻ ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. ഈ ടാങ്കുകൾ, ഈ ബാത്റൂമുകൾ, വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പെങ്ങളെയും കൂട്ടി ഇറങ്ങുകയാണ്. അങ്ങനെ ഇവർ രണ്ടും കൂടി ആ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് അത് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വളരെ വലിയ ബുക്കിംഗ് കിട്ടുകയാണ്. യൂട്യൂബിലേക്ക് അദ്ദേഹം കടന്ന് വീഡിയോകൾ ഇടാൻ തുടങ്ങിയതോടെ ഒരുപാട് പേരിലേക്ക് ഇത് എത്താൻ തുടങ്ങി. അങ്ങനെ ഒരു യുവാവ് ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങി എന്നുള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് ഇവനോട് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ ഒരുപാട് പേര് അവനെ സമീപിക്കുകയും വളരെ ബുക്കിംഗ് നിറഞ്ഞിട്ട് അവന് ഡേറ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും തുടർന്ന് അവൻ സ്ഥാപനത്തിൽ മറ്റുള്ളവരെയൊക്കെ വെച്ച് ജോലിക്ക് വെച്ചിട്ട് അങ്ങനെ ആ ഒരു സ്ഥാപനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ആ സ്ഥാപനത്തിൻ്റെ പേരാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് എന്നുള്ള ആ ഒരു പേരാണ് പച്ച വീട്ടിൽ എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ പ്രശ്നേഷ് എന്നുള്ള പേര് എവിടെ നിന്ന് വന്നാന്ന് നമുക്ക് നോക്കാം. തുടക്കകാലങ്ങളിൽ ക്ലീനിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിരുന്ന ഈ ഒരു രോഹിത് എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ പാത പതുക്കെ ഒന്ന് മാറ്റുകയാണ്. താൻ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ വീഡിയോകൾ ഇടുന്നതിൽ കണ്ടിടത്ത് എല്ലാം വളരെ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ പോകുന്നിടത്ത് ആൾക്കാർ ഞങ്ങളെ നോക്കി പിച്ചി മാന്തി തുടങ്ങിയ അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ പോലും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിടുകയാണ്. നമ്മൾ മലയാളികളുടെ ഒരു ബേസിക് കാര്യമാണല്ലോ, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അവിടോട്ട് എന്താ നടക്കുന്നതെന്ന് അറിയാൻ അപ്പുറേ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്ന ആ ഒരു നമ്മുടെ ആ ഒരു കണ്ണിനെ കറക്റ്റ് അവൻ കുത്തി വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ആൾക്കാർ നോക്കി നിൽക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കൂടി തുടങ്ങി. അവൻ എവിടെ പോയാലും പ്രശ്നം. അതായത് ഒരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫാനിൻ്റെ മുകളിൽ വരെ ആശാൻ കയറി നോക്കും, കട്ടിലിൻ്റെ അടിയിൽ വരെ കയറി നോക്കും, ഒരു തരി പൊടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് അലർജിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ വീരവാദങ്ങളും ഒക്കെ അടിച്ചിട്ട് ആഹാരം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുകയും എന്നിട്ട് അദ്ദേഹം തന്നെ പോയിട്ട് KFC കഴിക്കുന്ന ആ ഒരു രീതി നമ്മൾ കാണുകയുണ്ട്. അപ്പോൾ അതോടെ ഈ സ്നേഹിച്ച മനുഷ്യനൊക്കെ ഇദ്ദേഹത്തെ വെറുക്കുവാനായിട്ട് തുടങ്ങി. വെറുത്ത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഏകദേശം എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സോഷ്യൽ മീഡിയ ഒന്നാടെ ഇദ്ദേഹത്തെ എടുത്തിട്ട് അലക്കി. ഇവൻ എല്ലാത്തിലും പ്രശ്നം കാണുന്നതിന് ഇവനെ പ്രശ്നേഷ് എന്നുള്ള പേരിലേക്ക് ആൾക്കാർ കൺവേർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്നുള്ള പേര് ഇദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി. നമ്മൾ ആ ഒരു സമയത്തൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എടുക്കേണ്ടിയിരുന്നില്ല എന്ന് കരുതിയുകൊണ്ട് നമ്മൾ ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ട് പോലുമില്ല. എങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വന്നത്, അത് ഈ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു കാഠിന്യം ഏകദേശം കുറഞ്ഞു, ഇപ്പോൾ അറസ്റ്റിലേക്ക് പോകുന്നു, അപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധാർമ്മികമായിട്ട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ സമൂഹത്തോടും നമ്മുടെ വീടുകളോടുമൊക്കെ ഉണ്ട്. നമ്മുടെ വീടുകളിൽ നമുക്കൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉണ്ടെന്നുള്ളത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ആ വിവാഹം കഴിച്ച് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയായിട്ട് ജീവിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹോദരി, നമ്മുടെ വീട്ടുകാർ നമുക്ക് എത്രമാത്രം വാല്യബിൾ ആയിരുന്നു നമുക്ക് മനസ്സിലാവുന്ന കുറേ നിമിഷങ്ങളുണ്ട്. കാരണം നമ്മളൊന്ന് വയ്യാതെ കിടക്കുമ്പോൾ നമ്മുടെ കൂടെ ഒന്ന് വരാനും കൂടെ ഒന്ന് ഇരിക്കാനും നമുക്കൊരു വെള്ളം എടുത്തുകൊണ്ട് തരാനും ഒക്കെ അവരായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവരുടെ ഹെൽപ്പുകൾ നമുക്ക് വലുതായിട്ടൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്താൽ അവരങ്ങനെ ചെയ്തു തന്നു ഇവരങ്ങനെ ചെയ്തു തന്നു നമ്മൾ കരുതില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക്
അവർക്ക് അവരൊരു ഹെൽപ്പോടെ ചെയ്തു തന്നു എന്നുള്ളതേ ഉള്ളൂ. അത് അവരുടെ ഡ്യൂട്ടി എന്നൊക്കെയുള്ള നമ്മൾ കണക്ക് കൂട്ടും. എങ്കിൽ പോലും അങ്ങനെ വരുന്നൊരു ഡ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം വലിച്ചിഴച്ച് വൃത്തികേടാക്കി സംസാരിച്ചിരിക്കുന്നത്. ഇതൊരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു സ്വർണത്തിൻ്റെ പേരിലുള്ള തർക്കമാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി, അതായത് ഈ ഫാമിലി ഉപേക്ഷിച്ച് പോയി. കൊച്ചിലെ തന്നെ ചോറിൽ മണ്ണ് വാരിയിടുമായിരുന്നു, രാത്രി അമ്മയെ തല്ലുമായിരുന്നു, ഞങ്ങൾ ഭീതിയോടെ കഴിഞ്ഞുകൂടിയ ദിവസങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ റീലുകളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അച്ഛനോട് തീരാത്ത വെറുപ്പും പകയും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ അയാൾ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറയുന്ന അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുകയാണ്, അച്ഛൻ 18,000 രൂപ എല്ലാ മാസവും അയച്ചു തരുമായിരുന്നു, അച്ഛൻ തൻ്റെ മകൾക്ക് വേണ്ടി സ്വർണം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ആ മനുഷ്യൻ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും ഇവൻ്റെ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോഴെന്നുള്ളതാണ്. അപ്പം അങ്ങനെ മുമ്പോട്ട് പോയിട്ട് അമ്മ ഭയങ്കര ദൈവമാണെന്നും അവൻ്റെ അമ്മ അവനാണ് ഭയങ്കര മോട്ടിവേഷനാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ അമ്മയ്ക്കും പെങ്ങൾക്കും എതിരെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. സ്വർണം ചോദിച്ചു എബ്രോഡ് പോകാൻ വേണ്ടി. അപ്പോൾ സ്വർണം പണയം വെച്ച് ആ കാശിന് എബ്രോഡ് പോകാനും വണ്ടി എടുക്കാനും ഒക്കെ ആയിട്ടുള്ള ആശാൻ്റെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ അവർ സമ്മതിച്ചില്ല. തുടർന്ന് ഈ പെൺകുട്ടിയെ അടിക്കാനും ഒക്കെ തുടങ്ങുകയാണ്. വിവാഹത്തിന് ശേഷമാണ് ഇദ്ദേഹം ഈ ഒരു പ്രശ്നങ്ങളുടെ ഏരിയയിലേക്ക് കടന്നത്. അങ്ങനെ ഈ പ്രശ്നങ്ങളുടെ ഏരിയയിലേക്ക് കടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും താഴെ വരുന്ന കമൻറ്റുകൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ വായിച്ച് നോക്കാനിടയുണ്ട്. അങ്ങനെ വായിച്ച് നോക്കുന്നതിൽ തീർച്ചയായിട്ടും ഈ വീട്ടുകാർക്കും അതൃപ്തിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവരും ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആശാനെ പിടിക്കുന്നില്ല. അങ്ങനെ വന്ന് ഈ ഒരു പെൺകുട്ടി, അതായത് അനിയത്തി കൊച്ചിനെ മർദ്ദിക്കുകയുണ്ടായതിനു ശേഷം ആശാൻ നേരെ അതെടുത്ത് യൂട്യൂബിൽ കണ്ടൻ്റ് ആക്കിയിട്ട് നേരെ അങ്ങ് പോസ്റ്റ് ചെയ്യാണ്. നേരെ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് അസഭ്യമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റ് യൂട്യൂബേഴ്സൊക്കെ അവനെ ഭയങ്കരമായിട്ട് തെറി വിളിച്ചും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുമാണ് അവനെ അഭിസംബോധന ചെയ്യുന്നതൊക്കെ. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്നത് ആൾക്കാരുടെ ആ ഒരു റേഞ്ചും കാര്യങ്ങളും, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു പ്രൈവസിയും അവരുടെ സംസ്കാരത്തെയും മാനിച്ചുകൊണ്ട് ശരിക്കും ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്നില്ല. എങ്കിൽ പോലും ചിലത് പറയാതെ ഇരിക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അങ്ങനെ ഇവൻ പറയുകയാണ് ഇവൻ്റെ അനിയത്തിക്ക് അഫെയറുകളുണ്ട്. അതായത് ഒരു അഫെയർ ഉണ്ടെന്നല്ല പറയുന്നത്, അഫെയറുകളുണ്ട്, അയലത്തെ വീട്ടിലെ പയ്യന്മാരുമൊക്കെ ആയിട്ട് ഇവൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ടാണ് അവൻ പറയുന്നത്. നമുക്കറിയാം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കയറുന്നതിൻ്റെ കുഴപ്പം, അതായത് ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ സോഷ്യൽ മീഡിയയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ഡിലീറ്റ് ചെയ്താലും അത് പോകില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും അത് ഡൗൺലോഡ് ചെയ്ത് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും നമ്മൾ പ്രതീക്ഷിക്കാതെ ആ ഡേറ്റ ഉയർത്തെഴുന്നേറ്റ് വരാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഈ ഒരു ലോകത്തേക്ക് അവൻ സമ്മാനിച്ചതാണ് സ്വന്തം അനിയത്തിയുടെ അവിഹിത കഥകൾ. അതായത് അവൾക്ക് പ്രണയമുണ്ട്, അവൾക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ട്, അവളൊരു ഇഷ്ടം പെട്ടെന്ന് തന്നെ തടഞ്ഞു വെച്ചിട്ട് ആ ഇഷ്ടത്തെ വേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ആളുടെ കൂടെ പെട്ടെന്ന് തന്നെ ഇഷ്ടത്തിലാവുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഈ മരപ്പൊട്ടൻ ഇവൻ എങ്ങനെ അറിയാൻ പറ്റും അത് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്? ഇവൻ്റെ ഭാര്യയ്ക്ക് ആരോ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ എനിക്ക് നിങ്ങളുടെ അനിയത്തി ഇഷ്ടമാണ്, അവൾ എന്നെ ഒഴിവാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ പലരും അയക്കാറുണ്ടാവാം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് ഇപ്പം പ്രണയമാണോ? അല്ലെങ്കിൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ മേഖലയിൽ നിന്ന് ഒരു വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നൊരു കൊച്ചിനെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വന്ന് ഒരു പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുവന്നത് നീയാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കോണ്ടാക്റ്റുകൾ ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ്. മറ്റുള്ള ആൾക്കാർ നമ്മളെ ഒരു ഇത് ചെയ്യാനോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളുടെ കഴിവുകൾ നല്ലതാണെന്ന് പറയാനും ഒക്കെ നമുക്ക് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരിലെ കൂട്ടത്തിലുള്ളതായിരിക്കാം ഓരോ മനുഷ്യരും. ഇവനതിനെയൊക്കെ കാണുന്നത് വേറൊരു കണ്ണിലാണ്. അവരുമായിട്ട് ബന്ധമുണ്ട്, ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ കണ്ടതോ പോട്ടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ആശാനങ്ങ് അലക്കി. അതിൻ്റെ റിയാക്ഷനായിട്ട് ഈ കൊച്ച് അതിൻ്റെ കാര്യങ്ങളെ പറഞ്ഞു വരുമ്പോഴേക്കും ആശാൻ തിരിച്ച് ചെന്ന് വീട് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, രാത്രിയിൽ ചെന്ന് വീട് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആ പെണ്ണിനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂടാതെ തിന്നതിൻ്റെ കണക്കും പറയുന്നുണ്ട്. അതായത് അവൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ആഹാരം വാങ്ങിക്കൊടുത്തതിൻ്റെ കണക്ക് പോലും പറയുന്നുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മൾ എത്രമാത്രം നല്ല മനുഷ്യർ അല്ലെങ്കിൽ നല്ല ചെറുപ്പക്കാരും യുവാക്കളുമാണെന്ന്. നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ പറയുമോ? ഇല്ല. കാരണം നമ്മൾ പറയാൻ മടിക്കും. നമ്മുടെ സഹോദരങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം, പിതാക്കന്മാർ അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്നവരായിട്ട് അവർ വീട് നയിക്കുന്ന ഒരുപാട് വീടുകൾ എനിക്കറിയാം. അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആണെങ്കിലും അവരോടൊപ്പം തോളോട് ചേർന്ന് ഇന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആ ജോലിക്കാശ് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ അനിയത്തിക്കോ ചേട്ടനോ ഒക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. കാരണം എനിക്കും അങ്ങനെ ഒരു അനിയത്തിയുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല വൃത്തിക്ക് ഈ ബന്ധങ്ങളെയൊക്കെ എനിക്ക് മനസ്സിലാവും. കാരണം 1 രൂപയാണെങ്കിലും അവർ നമുക്ക് വളരെ കാര്യത്തോടെ കൊണ്ടു തരുമ്പോൾ, ഒരു 5 രൂപയാണെങ്കിലും അവർ നമ്മുടെ കാര്യത്തോടെ കൊണ്ടു തരുമ്പോൾ, ഒരു സാധനം വാങ്ങിക്കൊണ്ട് തരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അഭിമാനമുണ്ട്. നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ നമ്മുടെ ചേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ വാങ്ങിക്കൊണ്ട് തന്നതാണ് എന്ന് പറയുന്ന ആ ഒരു അഭിമാനം. അപ്പോൾ അങ്ങനെ സ്വന്തം പെങ്ങളെ ചേർത്ത് പിടിച്ച് അച്ഛൻ ഉപേക്ഷിച്ച് പോയി എന്ന് പറയപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിച്ച് കഴിയേണ്ട ഈ ഒരു ചെടുക്കൻ
ഇവൻ കാണിച്ചു വെക്കുന്നത് പറയുന്ന മഹാ തെറ്റ് തന്നെയാണ്. കാരണം നീയൊക്കെ തിന്നതിൻ്റെ കണക്കാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ. അതായത് നീയൊക്കെ എന്ന് പറയുന്നതിൽ ആ അമ്മയും ആ പെങ്ങളുമാണ് പെടുന്നത്. ബുധനാഴ്ചകളിൽ നിനക്ക് KFC മേടിച്ച് തരാത്തതിൻ്റെ അസുഖമാണ്, നിനക്ക് വിഷുവിന് ഉടുപ്പ് വാങ്ങി തരാത്തതിൻ്റെ അസുഖമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവൻ പറയുന്നത്. ഈ ഓയിൽ കഴിക്കരുത്, അങ്ങനെ കഴിക്കരുതെന്ന് പറയുന്നവനാണ് എല്ലാ ബുധനാഴ്ചയും KFC വാങ്ങിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ അവൻ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ്. ഈ പെൺകുട്ടി ആ സ്ഥാപനത്തിൽ 3000 രൂപ കൊടുത്തിട്ട് ഇവൻ്റെ കൂടെ പാർട്ണറായിട്ടൊക്കെ ചേർന്നതാണ്. ആ കൊച്ചിന് ആ പൈസ മാത്രം തിരിച്ചു കൊടുത്താൽ ഓടിച്ചു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ പറയുന്നു കഴിക്കാൻ ഞാൻ നിനക്ക് എന്തോരം മേടിച്ച് തന്നടി എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി അവളും പണിക്ക് പോകുന്നുണ്ട്. അതായത് ഇവനെ പോലെ തന്നെ ഇവൻ്റെ കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവളും ആ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. കാരണം ആ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. കാരണം അവർക്ക് ഒരുപാട് ശേഖരിച്ച് വെക്കാനുള്ള ആസ്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം ആ ഒരു സമയത്ത് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ആ വീടിന് വേണ്ടി ആ പെൺകുട്ടിയും കഷ്ടപ്പെടുന്നുണ്ടാവും. അവളുടെ കാശിന് ഇവനും തിന്നിട്ടുണ്ടാവും. പക്ഷെ അവൾ കണക്ക് പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. എങ്കിലും ഇനി പറഞ്ഞാൽ പോലും വളരെ മോശമായിട്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കാര്യത്തെ എടുത്തിട്ട് അലക്കുന്നത്. എന്നിട്ടൊരു വാക്കുകൂടെ ഞാൻ കേട്ടു. അത് ഞാൻ പറയുന്നില്ല, കാരണം ഞാനത് ഇവിടെ കേൾപ്പിക്കാം. നിങ്ങൾക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ബക്കറ്റും കോപ്പൊന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എല്ലാ ഒക്കേഷൻസ് വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുവിന് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരി എൻ്റെ കയ്യിൽ കിട്ടാതെ വന്നപ്പോണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് കേട്ട് കാണുമല്ലോ നിങ്ങളിപ്പോൾ ഈ വാക്ക്. കാരണം ഒരു ആങ്ങള ഒരു പെങ്ങളോട് പറയേണ്ടാത്ത വാക്കാണ് ഈ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയത്. ഇത് മാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വരുന്ന വീഡിയോകളിൽ ഇവൻ്റെ വീഡിയോകളിൽ ത്രൂ ഔട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരിക്കലും പറയില്ല നിങ്ങൾ ഇവൻ്റെ ചാനലിൽ പോയി ഈ വീഡിയോ കാണണമെന്ന്. നിങ്ങൾ പോയി കാണരുത്. കാരണം നിങ്ങൾ പോയി കാണാൻ പോയി കഴിഞ്ഞാൽ അത് ഇവന് കൂടുതൽ മോട്ടിവേഷൻ ആവും. അപ്പോൾ അതിനെ തുടർന്ന് ഈ പെൺകുട്ടി കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ചൊരു സമവായ ചർച്ചയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുകയുണ്ടായി. പക്ഷേ അതിന് മുമ്പോട്ട് ആയുസില്ലാതെ പോയപ്പോഴത്തേക്കും ഈ പെൺകുട്ടി കേസിൽ ഉറച്ചു നിൽക്കുന്നു കണ്ടപ്പോഴത്തേക്കും മൊഴിയെടുത്തു, FIR ഇട്ടു. അടുത്തത് ഇവനെ പൊക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴേ ആശാൻ വന്നിട്ടുണ്ട്, എന്നെ ഇതുപോലെ പൊക്കട്ടെ, എനിക്ക് പേടിയൊന്നുമില്ല, ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞിട്ട്. ആണിനും പെണ്ണിനും ഉള്ളതായിരിക്കാം ജയിൽ, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ള സാഹചര്യം ആണിനും പെണ്ണിനും മാത്രമുള്ളതല്ല, എല്ലാം കുറ്റവാളികൾക്കുള്ളതാണ്. അപ്പോൾ അവർ നിന്നെ എടുത്തിട്ട് നല്ലവണ്ണം കൈകാര്യം ചെയ്തോളും എന്നുള്ള കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഒരാങ്ങളെയും ഒരു പെങ്ങളോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോകളിൽ ഇവൻ ഉപയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു അമ്മ കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളാണ് തീർച്ചയായിട്ടും ഇവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ അമ്മയെ ഇവൻ തല്ലാൻ വേണ്ടി വരെയും കൈ ഓങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ സമൂഹങ്ങളിൽ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ജീവിക്കുന്നുണ്ട്. എന്ത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ബന്ധങ്ങൾക്ക് വലിയ വിലയുണ്ട്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടി കേസ് കൊടുത്ത് തന്നെ വിമർശിച്ച് ഇനിയും ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മുന്നോട്ടൊക്കെ വന്നേക്കാം. അവൾ ആങ്ങളെക്കെതിരെ കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചിലപ്പം പറഞ്ഞു വന്നേക്കാം. പറയാൻ പറ്റില്ല, നമ്മുടെ സമൂഹമാണ്. അവർ പല കണ്ണുകൾ വെച്ചിട്ട് പലരുടെയും കൂടെ ചേർന്നൊക്കെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും ഇത് ചെയ്യാം. എങ്കിലും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ സമൂഹത്തിൽ ബന്ധങ്ങൾക്കും സ്നേഹത്തിനും ഒന്നും ഒരു വിലയില്ല. കാരണം ഞാൻ ഇന്നലെ ഞാനൊരു സംഭവത്തിൽ ഇടപെടുകയുണ്ടായി. ആ സംഭവത്തെ തുടർന്നുണ്ടായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയുന്നത് ഞാൻ അവൻ്റെ പേരിൽ കേസ് കൊടുക്കട്ടെ, ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്ക് പ്രിവിലേജ് കിട്ടും എന്നുള്ളത്, ഞാനൊരു കുട്ടിയായതുകൊണ്ട് എനിക്ക് പ്രിവിലേജ് കിട്ടും എന്ന് ചിന്തിക്കുന്നൊരു സമൂഹമാണ് ഉള്ളതുപോലുമല്ല കള്ളക്കേസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ഇത്രയും അടി കൊണ്ട ഈ പെൺകുട്ടി തീർച്ചയായിട്ടും ഈ ഒരു കേസുമായിട്ട് പോകുന്നത്. ഈ ഒരു കേസിൽ ഇവൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്, ഇവൻ തന്നെ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിന് വലുതായിട്ട് തപ്പിക്കണ്ടുപിടിക്കേണ്ടതോ അല്ലെങ്കിൽ അവർക്ക് വലുതായിട്ട് തിരിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവന് അടുത്ത ആ ഒരു ദിവസം തന്നെ അല്ല അടുത്തൊരു സമയത്ത് തന്നെ പോലീസ് പൊക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു പൊക്കിയിട്ടുണ്ടാവാം. അപ്പോൾ കേസ് വരുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഹത്യ നടത്തി, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും തീർച്ചയായിട്ടും കേസ് വരിക. അപ്പോൾ ആശാന് നല്ല രീതിക്ക് അഴി എണ്ണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. റിമാൻഡിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആശാന് നല്ല രീതിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനും പോലീസുകാരുടെ കയ്യിലൊക്കെ ഒന്ന് സാനിറ്റൈസർ അടിച്ചു കൊടുക്കാനും ഒക്കെയുള്ള വകുപ്പ് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ തുടർന്ന് ജാമ്യം എടുത്തിട്ടാണെങ്കിലും മുമ്പോട്ട് പോകാം. തീർച്ചയായിട്ടും ഇപ്പം അവൻ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നിമിഷങ്ങളിൽ ചെയ്തിട്ടുണ്ടാവാം. ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെ ഇവൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങളെ താഴെ കമൻറ്റ് ഇടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് കസ്റ്റഡിയിലേക്ക് കിട്ടുകയാണെങ്കിൽ ആശാന് നല്ല
രീതിക്ക് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ആലപ്പുഴ ബീച്ചിൽ ഒക്കെ സിറിഞ്ച് കൂടി കിടക്കുന്നു, അത് ക്ലീനിങ് ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ അനാസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും പല രീതിയിലും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ആശാനെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്, അവരത് സെറ്റ് ചെയ്ത് തരും. കാരണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമൊന്നും ശരിക്കും വെച്ച് ഉറപ്പിക്കാൻ കേരള പോലീസോ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംഹിതയോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആശാന് നല്ല മുട്ടം പണി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ നമസ്കാരം.